ഞാനിപ്പോൾ വരുന്നത് പ്രയാഗ്രാജിൽ നിന്നാണ്. കുംഭമേളയ്ക്കിലായിരുന്നു. കുംഭമേളയിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഇനി കുംഭമേളയ്ക്ക് ഇനിയും ചിലപ്പം അറിയാൻ നോക്കൂല, എപ്പോഴാണ് ഓടണമെന്നറിയില്ല. ഈ ആശ്രമങ്ങളിലും കുറച്ച് ജോലിയുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തിനാണ് വരണമെന്നറിയില്ല, ചുമ്മാ കാണാൻ വരും. സ്വാമി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഇവിടുത്തെ ഒരു ചൈതന്യം? ഇവിടെ ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചതെന്ന്. സന്യാസിമാർക്ക് ഉചിതം കാടാണ്. കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി മാറി കൊണ്ടേയിരിക്കും. അപ്പം രാമായണത്തിൽ തന്നെ ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട്, പ്രകൃതി, അതായത് മറ്റ് ജനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തപസ്സായി മാറ്റാൻ കഴിയൂ. പ്രകൃതി ജനങ്ങളുമായിട്ട് ഇത് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പ്രകൃതി അവരെ നമ്മൾ വേണ്ടാന്നല്ല പറയുന്നത്. നോക്കൂ, അതിനെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആവശ്യമാണ്. നമുക്ക് മനസ്സ് ഏകാഗ്രതപ്പെട്ടു നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷേ ഇല്ല, എപ്പോൾ ആയിരുന്നാലും നമ്മുടെ മനസ്സ് പതറും. ഭഗവാൻ പോലും പതർന്നു. അപ്പം പിന്നെ നമ്മൾ മനുഷ്യ ശരീരം നാറുന്ന ഈ ശരീരം എടുത്ത് നമ്മൾ പതറാതിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ഭാവിയിൽ അറിയപ്പെടും, തീർച്ചയായിട്ടും അറിയപ്പെടും. പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരിതുള്ളത് കൊണ്ട് ഞാൻ പോകണം. രാവിലെയാണ് വന്നത്. ഇത് നേരത്തെ ചോദിച്ചതാണ്. കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോയണ്ട. കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ്, ചെറുതല്ല വലിയ തെറ്റ്. കാരണം നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അല്ല സ്വാമി, ഈ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അവർ അശുദ്ധിയാണ് പറഞ്ഞത്, ഈ ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നത്. അല്ല, അതിലെത്രത്തോളം അല്ല, നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം എടുത്തതോ അതിനെന്ത് പറയുന്നു? എന്നെ തല്ലിയിട്ട് അടിക്കല്ലാരും കേട്ടാ. അല്ല, അങ്ങനെ ചോദിക്കും. മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അശുദ്ധി ആവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ന്യൂസിലും വന്നിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അല്ല ഡോക്ടർ തൊട്ടാൽ അശുദ്ധിയാണെന്നൊരു പറഞ്ഞിട്ടില്ല. മക്കളെ രണ്ടുപേരും ഞാൻ കണ്ടാണ്, നമ്മൾ സംസാരിച്ചാണ്, അവർ പറഞ്ഞിട്ടില്ല. ഒരു സംശയം, അതായത് ഈ സമാധി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഇനി അങ്ങനെ ചെയ്യുന്നവര് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ? കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൊസീജിയറുണ്ട്. അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല. അതൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും വലിയ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം. ആ ബോഡി എങ്ങനെ ഇരുന്നാലും. ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത്, പക്ഷെ പിടിച്ച് കിടത്തി കളഞ്ഞു. എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞും കൊണ്ടാണ് മരിക്കണമെന്ന് പറഞ്ഞാൽ ഇരുന്നു. അപ്പോൾ എൻ്റെ മാമൻ പിടിച്ച് കിടത്തി. ഞാൻ ധരിച്ചത് എൻ്റെ അച്ഛൻ്റെ സമാധി, അച്ഛൻ്റെ ആ ഇതിൽ വരുമ്പോൾ അച്ഛൻ തുള്ളാൻ പോകണമെന്നാണ് വിചാരിച്ചത്. അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിക്കുന്ന ആളായിരുന്നു. എവിടെ? പുന്നാടെന്ന് പറയുമ്പോൾ സൈനിക് സ്കൂളിൻ്റെ താഴ്വശത്ത് സെൻട്രൽ ഗവൺമെൻറ് സൈനിക് സ്കൂളിന് എടുത്തിട്ട് തിരിച്ചു വിട്ടുകൊടുത്ത സ്ഥലമാണ് അവിടം. ആ അമ്പലത്തിലെ ആ യക്ഷിയമ്മ കാവിൽ, ആ മടം ഇതിൽ എൻ്റെ അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വൈബ്രേഷനൊക്കെ ആയപ്പോൾ കല്യാണമാണ്. അപ്പോൾ ഒരു പക്ഷേ അച്ഛൻ ഇനി തുള്ളാൻ പോവുകയാണോ എന്നൊരു സംശയം എൻ്റെയും ഉള്ളിലുണ്ടായി. ഭഗവാനെ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന കസേരയിൽ നിന്ന് പൊട്ടോന്ന് താഴെ ഞാൻ കസേരയിലെല്ലാം നിന്നത്. കാരണം ആളുകൾ ഇതിൻ്റെ മാറി നിന്ന് ഞാൻ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അച്ഛൻ ശരിക്ക് ഇരുന്നു, സമാധി നോക്കിക്കൊണ്ട് അങ്ങിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞു, ഇതും കഴിയും, ഞാനും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് ചായക്കടക്കാരൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ആവശ്യമില്ലാതെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കണ്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം
ആ പറഞ്ഞ വാക്ക് ഒരുപാട് സമയം മാറിയില്ല. കല്യാണ മുഹൂർത്തത്തിൽ നോക്കൂ, ആ സമാധിയെ എല്ലാവരും, അതായത് എൻ്റെ മാമന്മാർ പിടിച്ച് കാലിന് നിവർത്തി വച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അറിയണത് അച്ഛൻ പോയി എന്നുള്ളത്. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അച്ഛൻ പോയ വിവരമൊന്നും അറിയില്ല. അച്ഛൻ തുള്ളൽ നടത്താൻ പോകണം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ പിന്നെ ആശുപത്രിയിലായിപ്പോയി. അപ്പോഴേക്കും അച്ഛനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. സമാധി എന്ന് പറയുമ്പോൾ എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ഇതിനുള്ളത്? ഇതിന് അല്ലല്ല, അത് ഈ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കും. അതിന് ശേഷമുണ്ട കർമ്മങ്ങളാണ് ബാക്കി, അതെല്ലാം ചെയ്തിരിക്കും. അതൊരു സന്യാസിയാണെങ്കിൽ കർമ്മങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിണ്ടം വച്ചതിന് ശേഷമാണ് സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ എൻ്റെ പിണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അശുദ്ധിയില്ല, എവിടെ വേണമെങ്കിലും പോവാം. എവിടെയെന്ന് പറഞ്ഞാൽ മരണത്തിനോ എന്ന് വിചാരിച്ച് മറ്റുള്ളിടത്തല്ല പറയണത്, മരണമായിട്ട് നമുക്ക് അശുദ്ധിയൊന്നുമില്ല. ശിവൻ്റെ ഇതായതുകൊണ്ട് അതും ഭയമില്ല. പൂജാവിധിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് 41 ദിവസത്തെ ഒരു പൂജാവിധിയുടെ കാര്യം ഉണ്ട്. അതിന് മുമ്പ് ഇത് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ശക്തി നഷ്ടപ്പെടും എന്നുള്ള കാര്യം പറയാൻ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ല, അങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. കാരണം ഇനി അതിന് നമ്മളൊരു കാരണം ഉണ്ടാക്കാം കേട്ട. കാരണം നമുക്കത് കൂടുതൽ അങ്ങോട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ചില ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എല്ലാവരും നമസ്കാരം. എൻ്റെ പേര് പിന്നെ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ സ്വാമി കൃഷ്ണ ശങ്കര സരസ്വതി. ശങ്കര കൃഷ്ണ സരസ്വതി എന്നും രണ്ടിലും